അടുത്ത നമ്മുടെ അതിഥി പ്രസിദ്ധനായ കവി ശ്രീ ഏഴാച്ചേരി രാമേന്ദ്രൻ. നിങ്ങൾ തമ്മിലുള്ളൊരു സൗഹൃദം സാർ എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് വരുന്നതിന് മുമ്പ് തന്നെ മനസ്സുകൊണ്ടൊരു ബന്ധമുണ്ടല്ലോ. കോളേജിൽ ആദ്യ വർഷമൊക്കെ പഠിക്കാൻ ചെല്ലുമ്പോൾ ലൈലാ മജ്നു എന്ന സിനിമ കണ്ടു. ഈ സിനിമ ആവർത്തിച്ച് കണ്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ പാട്ടാണ്. താരമേ താരമേ നിന്നുടെ നാട്ടിലും തങ്കക്കിനാവുകളുണ്ടോ, പിന്നെ പ്രേമ മധുമാസ വനത്തിലെ മലർവല്ലി കുടിൽ വിട്ട് മാനത്തു മറഞ്ഞൊരു ഈ പാട്ട്. ഇതിനേക്കാളെല്ലാം എനിക്കിഷ്ടപ്പെട്ട പാട്ട് അതിനകത്ത് ആളുകൾ അധികം പാടി കേൾക്കാത്തൊരു പാട്ടുണ്ടായിരുന്നു, പവനൊരുക്കി പവനൊരുക്കി. അത് വളരെ വലിയൊരു അനുഭവം. എനിക്ക് എൻ്റെ യൗവനത്തിലേക്കുള്ള വളരെ വ്രതശുദ്ധമായൊരു തീർത്ഥയാത്ര, അതാണ് ആ പാട്ട് സമ്മാനിക്കുന്നത്. ഒരുപാട് പ്രായം വളരെ പെട്ടെന്ന് അങ്ങോട്ട് കുറയും ഇത് കേൾക്കുമ്പോൾ. അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇദ്ദേഹം പാടിയത് മനസ്സിൽ രൂഢമൂലമായിരിക്കും. ഞാൻ തിരുവനന്തപുരത്ത് B.Ed പഠിക്കാൻ വരുന്നു. B.Ed പഠിക്കാൻ വരുമ്പോൾ ഈ പട്ടണത്തിൽ കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ പുളിമൂട് ജംഗ്ഷനിൽ ദേശാഭിമാനി ബുക്ക് സ്റ്റാളുണ്ട്. അവിടെ വൈകുന്നേരം പോയിരിക്കുമ്പോൾ ഒരു സൗകര്യം, ഒരു ചായ സൗജന്യമായി കിട്ടും. പിന്നെ ഓസിന് അവിടുത്തെ ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കാം. അതുകൊണ്ട് റോഡിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും ഈ വൈകുന്നേരം ഈ ചായയെല്ലാം. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ആദ്യമായി KP ഉദയഭാനു എന്നയാളിനെ കാണുന്നത്. അപ്പോൾ വളരെ വർണ്ണശബളമായ ഉടുപ്പ്, ഒരുപാട് പുള്ളിയും കളവും നിറവും. അങ്ങനെയുള്ള ഒരാളിങ്ങനെ മുൻപേ പോകുന്നു. വളരെ അപരിചിതയായൊരു സ്ത്രീ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പുറകെ പോകുന്നു. ഭാര്യയും ഭർത്താവുമാണ് ഇതെന്നുള്ളത് ഒരൊറ്റയാൾക്കും തോന്നുകയില്ല. ഒരു ദിവസമാണ് ആ ബുക്ക് സ്റ്റാളിൻ്റെ മാനേജർ പറഞ്ഞു, ദേ ആ പോകുന്നതാണ് ഉദയഭാനു. സത്യം പറഞ്ഞാൽ വിസ്മയകരമായൊരു നടുക്കം. അപ്പം ഞാൻ ഇത്രയും ആരാധിക്കുന്ന ഒരാളിനെ നേരിട്ട് കാണുക. അപ്പോൾ പിന്നെ കൃത്യമായിട്ട് എല്ലാ ദിവസവും നോക്കി എങ്ങനെ മിണ്ടാനൊരു നിവൃത്തിയില്ല, യാതൊരു ബന്ധവും പരിചയമില്ല. ഒരുപാട് കാലം കഴിഞ്ഞ് പിന്നെ ആകാശവാണിയിൽ പാട്ടെഴുതാനൊരവസരം. അപ്പോൾ അതിന് ചെല്ലുമ്പോൾ ഇദ്ദേഹമാണ് സംഗീത സംവിധായകൻ. മറയൂർ മലയിറങ്ങി തിരുവഞ്ചിക്കുളത്തേക്ക് മംഗളാദേവിയാൾ നടക്കുമ്പോൾ ലളിത സംഗീത പാഠം ഒറ്റ മാസം കൊണ്ട് പഠിപ്പിക്കുന്ന. അപ്പോഴെല്ലാം എനിക്ക് ഇദ്ദേഹത്തോട് ഒരു കടപ്പാട്. പിന്നെ നമ്മളവിടെ ഈ കലാമണ്ഡലത്തിൻ്റെ സത്രത്തിൽ ഒരുമിച്ച് താമസിച്ച് ഞങ്ങൾ കുറേ പാട്ട് ചെയ്തു. കലവൂർ ബാലൻ എന്ന് പറയുന്ന മരിച്ചുപോയ സംഗീത സംവിധായകനായിരുന്നു ഇദ്ദേഹത്തെ അന്ന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നത്. ഇപ്പം മുല്ലനേഴി ഒരു പാട്ടെഴുത്തുകാരനാണ് എന്നെപ്പോലെ, ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയും. മുല്ലനേഴി രാത്രി വളരെ വൈകി വരുമ്പോൾ ഞങ്ങൾ ആരുടെയെങ്കിലും മുറിയിൽ കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. ഓരോ കഥകിലും ആവർത്തിച്ച് മുട്ടും മുല്ലനേഴി. കുറച്ച് പെശകായിട്ടാണ് വരുന്നതെന്ന് ഞങ്ങൾക്കൊരു തോന്നലുണ്ട്. അത് കാരണം ആരും സാമാന്യം ഒരാളും കഥക് തുറക്കുകയില്ല. എൻ്റെ കഥകാണ് കൂടുതൽ മുട്ടുന്നത്. ഞാൻ എന്ത് ചെയ്താൽ തുറക്കുകയില്ല. മടുക്കുമ്പോൾ അവസാനം ചെന്ന് മുട്ടുന്നത് ഇദ്ദേഹത്തിൻ്റെ കഥകിൽ. ഇദ്ദേഹം കുറച്ചൊരു ആർദ്ര മനസ്കനായതുകൊണ്ട് ആ കഥ അങ്ങ് തുറക്കും. ഇദ്ദേഹത്തിന് വെളുപ്പാങ്കാലം വരെ ശിവരാത്രി. അത് കഴിഞ്ഞ് വെളുപ്പിന് എപ്പോഴോ ആണ് മുല്ലനേഴി ഉറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ നടക്കാൻ പോകും. അപ്പോൾ മുല്ലനേഴി കുളിച്ച് നല്ല ക്ലീനായി വ്രതശുദ്ധിയോടെ നിൽക്കുക. തലേ ദിവസം കണ്ട മുല്ലനേഴിയല്ല. വലിയൊരു ഓർമ്മയായിരുന്നു. പിന്നീട് അദ്ദേഹം വളരെ നന്നായി ഈ ജീവിത രീതിയെ മാറ്റി മുല്ലനേഴി പൂർണ്ണമായിട്ട് അങ്ങനെയും കണ്ടു. അപ്പോൾ നമുക്ക് ഇനിയും വരേണ്ടതുണ്ട് പാട്ടുകളിലേക്കും സാറിൻ്റെ ജീവിതത്തിലേക്കൊക്കെ. ഇപ്പോൾ സാറിൻ്റെ മകനിവിടെ എത്തിയിട്ടുണ്ട്, രാജീവ്. അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ശ്രീ KP ഉദയഭാനുവിൻ്റെ പുത്രൻ ശ്രീ രാജീവ് ഉദയഭാനു, അദ്ദേഹമാണ് നമ്മുടെ അടുത്ത അതിഥി. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സാറിൻ്റെ മക്കളെക്കുറിച്ചൊക്കെ സത്യത്തിൽ ഞങ്ങളൊന്നും കേട്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ്. അതെ. ഏതായാലും വളരെയധികം സന്തോഷം. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ ഞങ്ങൾക്ക് കൗതുകമുണ്ട്. ആദ്യം സാറ് തന്നെ മകനെക്കുറിച്ച് പറയുക. വെരി ഹെൽപ്ഫുൾ, അങ്ങനെയൊക്കെ ഉണ്ട്. അത്രയേ ഉള്ളൂ. സംഗീതമായിട്ട് എങ്ങനെയാണ് മകൻ? സംഗീതമായിട്ട് അയാളുടെ പുള്ളിയുടെ കംപ്ലൈൻറ്റ് ഞാൻ പഠിപ്പിച്ചില്ല എന്നാണ്. ആണോ? അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അതെന്ത് പറ്റി സാർ അങ്ങനെ ചെറുപ്പം മുതൽ സംഗീത രംഗത്തേക്ക് മക്കളെ അല്ലെങ്കിൽ അങ്ങനെ വേണ്ടാന്ന് തോന്നിയതുകൊണ്ടാണോ? വേണ്ടാൻ തോന്നിയില്ല, എന്തോ അങ്ങനെ പഠിപ്പിക്കാൻ തോന്നിയില്ല. ഈ സിങ്സ് വെൽ, നന്നായി പാടുകയൊക്കെ ചെയ്യും. ഓ, അത് ശരി. ഓക്കെ. പക്ഷെ പഠിക്കാനുള്ളൊരു അവസരം കിട്ടിയില്ല. എന്താ ചെയ്യുന്നത്?
സ്വന്തമായിട്ട് ഒരു ട്രാവൽ ഏജൻസി ഉണ്ട്. ആണോ? എങ്ങനെ അച്ഛനെ വിലയിരുത്തുന്നു? അച്ഛൻ്റെ പാട്ടുകൾ ആക്ച്വലി കുറച്ച് ഇപ്പം ഈ ഒരു 10 വർഷത്തിന് ശേഷമാണ് കുറച്ചുകൂടെ പോപ്പുലർ ആയതെന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ ഈ ഓൾഡ് ഇസ് ഗോൾഡ്, അച്ഛനാണ് ശരിക്കും ഒരു റിയൽ ഓൾഡ് ഇസ് ഗോൾഡ് എന്ന പ്രോഗ്രാം നടത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ അതും അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഞാൻ മ്യൂസിക്കിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. പക്ഷേ പറഞ്ഞ പോലെ ഞാൻ അച്ഛനെ എൻകറേജ് ചെയ്തില്ല മ്യൂസിക്കിലോട്ട് വരാൻ വേണ്ടി. ഇപ്പോൾ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്, ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ. ശരിക്കും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് പഴയ പാട്ടുകളൊക്കെ പുതിയ തലമുറ വീണ്ടും കേൾക്കുന്നതെന്ന് പറയുമ്പോൾ ഇതൊന്നും ഒരിക്കലും നശിക്കുന്നില്ല അല്ലെങ്കിൽ മരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ഫാദർ വളരെ ആക്റ്റീവാണ്. ഓരോ ഫീൽഡിലും എന്തെങ്കിലും ഒരു പുതിയ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഗാന്ധി സോങ്സ്, അത് കഴിഞ്ഞിട്ട് വേറെ ഒത്തിരി ഈ പ്രൈവറ്റ് റെക്കോർഡിങ്സ് ചെയ്തു. പിന്നെ ഒത്തിരി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനകത്ത് ഒന്നാണ് ഗോൾഡ് ഈസ് ഗോൾഡ്. ആൻഡ് ആസ് എ ഫാദർ ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ലവിങ്. ഒരിക്കലും നോ എന്ന് പറഞ്ഞ വാക്ക് പുള്ളി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. മറ്റൊരു കാര്യം, സാറ് KP കേശവമേനോൻ്റെ മരുമകനാണ് അല്ലേ? കുടുംബമായിട്ട് അങ്ങനെയുള്ളൊരു ഇതുണ്ട്. വളരെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാർ കുടുംബത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ, പിന്നെ സാറ് ഒരു രാഷ്ട്രീയത്തിലൊന്നും അല്ലെങ്കിൽ അത്തരം ഒരു ദേശീയ പ്രസ്ഥാനം, പ്രത്യേകിച്ചും സാറ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാലഘട്ടമൊക്കെ സാറിന് ഓർമ്മയുണ്ടാവുമല്ലോ. കരുണാകരൻ്റെ PA ആയിരുന്നു കുറച്ചു കാലം. നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സ്ഥാനത്ത്. ആണോ? അതൊക്കെ പുതിയ അറിവാണ് സാർ. അത് 2 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ആണ് കൂടെ ഉണ്ടായിരുന്നു ഞാൻ. ശരി ശരി. സാറ് കുറേ വർഷങ്ങൾക്ക് ശേഷം സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോയി. കുട്ടിക്കാലത്തെ സാറിൻ്റെ വീട് നോക്കി, അവിടെ അങ്ങനെ ഒരു വീടും ഇല്ല, ഒന്നുമില്ല, ആ പ്രദേശം മുഴുവൻ മാറിപ്പോയി. ഞാൻ പോയത് KP കേശവൻ്റെ മകൻ്റെ 100ാം പിറന്നാളിനാണ് പോയത് സിംഗപ്പൂർക്ക്. അദ്ദേഹം സിംഗപ്പൂരാണ് താമസിക്കും. ആ സമയത്താണ് ഞാൻ പഴയ വീടൊക്കെ കാണുന്നത്. വീട് ഇപ്പോഴും അവിടെ ഉണ്ട്? ഇല്ല, അവിടെ വീടില്ല, അതിന് പകരം ഫ്ലാറ്റ്സ് ആണ്. സാറ് കുട്ടിക്കാലം ചെലവഴിച്ച ആ പ്രദേശവും അല്ലെങ്കിൽ ആ ഒരു എല്ലാം മാറിപ്പോയിട്ടുണ്ട്. പേര് മാത്രമുണ്ട്. കിൻറ്റാ റോഡ് എന്നുള്ള പേര് മാത്രമുണ്ട്. റോഡിന്റെ പേര് എങ്ങനെയാണ്? അതെ. പക്ഷേ സിംഗപ്പൂർ ജീവിച്ച കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ സാറിൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ടോ? സെക്കൻഡ് വേൾഡ് വാർ അവിടെ ഉള്ളപ്പോഴാണ് വന്നത്. അപ്പോൾ യുദ്ധത്തിൻ്റെ അനുഭവം കുറേയൊക്കെ ഉണ്ടായിരുന്നു. അതൊരു വല്ലാത്തൊരു ഇതാണ് അനുഭവങ്ങളിൽ. ഇപ്പോൾ 2ാം ലോക മഹായുദ്ധം, അതിൽ തന്നെ സ്വാതന്ത്ര്യ സമരം, കർഷക പ്രസ്ഥാനത്തിൻ്റെ ഇതുകൾ, അതെല്ലാം ഞാൻ ദൃക്സാക്ഷിയായിട്ട് അതിലൂടെയൊക്കെ കടന്നു വന്നൊരു ജീവിതമാണ് അല്ലേ? ധന്യമായൊരു ജീവിതമാണ് സാർ. നമുക്കതിൽ വളരെയധികം സന്തോഷമുണ്ട്.